പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി താലൂക്കിൽ തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിലൂടെ ഒഴുകുന്ന പമ്പയാറിൻ്റെ കുറുകെയുള്ള ഈയൊരു മണൽത്തിട്ടയിലാണ് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ വിവിധ റിട്രീറ്റ് സെൻ്ററുകളൊക്കെ പ്രവർത്തിക്കുന്നത്. അവിടെയാണ് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ നേതൃത്വത്തിലുള്ള മാരാമൺ കൺവെൻഷനിലേക്ക് കയറുന്ന പ്രധാനപ്പെട്ട ഒരു പാലമാണ് ഈ കാണുന്നത്. ബെയ്ലി പാലം രീതിയിലാണ് 2026 131ാമത് കൺവെൻഷൻ ഫെബ്രുവരി മാസം 8-ാം തീയതി മുതൽ നടക്കുകയാണ്. അപ്പോൾ അതിന് ആധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ബെയ്ലി പാലമാണ്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യ നാളുകളിൽ തെങ്ങിൻ തടികളും അതുപോലെ തന്നെ ഈറയും മുളയും ഒക്കെ ഉപയോഗിച്ചുള്ള തടികൾ ഉപയോഗിച്ചുള്ള പാലമായിരുന്നു എങ്കിൽ പിന്നീടത് ചെറിയ ചെറിയ രീതിയിൽ ഇരുമ്പ് പാലങ്ങളായി. എന്നാൽ ഈ വർഷം ഏറ്റവും പുതുമയിലുള്ള എന്നാൽ ചിലവ് കുറഞ്ഞതും വളരെ സേഫായിട്ടുള്ളതുമായ ഈ ബെയ്ലി പാലമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ 3 പാലങ്ങളാണ് ശരിക്കും ഇവിടെ ഉള്ളത്. ഈ പമ്പാ നദിക്ക് കുറുകെ മണൽത്തിട്ടയിലേക്ക് കൺവെൻഷൻ നഗറിലേക്ക് ഇറങ്ങുവാനായിട്ട് വിശ്വാസ സമൂഹത്തിനും അതുപോലെ തന്നെ VIP-കൾക്കും ഒക്കെ ഇറങ്ങാനായിട്ട് പല പ്രത്യേക പാലങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ പാലത്തിൻ്റെ ഏകദേശം 2 പാലങ്ങളുടെ പണികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനിയും 3ാമതൊരു പാലം തൊട്ടപ്പുറത്ത് നമുക്ക് കാണാം. കോഴഞ്ചേരി പാലം വളരെ പ്രസിദ്ധമാണ്. പണ്ട് പഴയ കാലത്തുള്ള ഒരു പാലമാണത്. ഇത് കണ്ടില്ലേ, ഈ മണൽ കൂനകൾ കൊണ്ട് നമുക്ക് ഇറങ്ങാനുള്ള ആ ഒരു ഭാഗമെല്ലാം ക്ലിയറാക്കി കഴിഞ്ഞു. അതെല്ലാം അവിടെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു പ്രധാന പാലം ഇത് തന്നെയാണ്. ഇതുവഴിയാണ് വിശ്വാസ സമൂഹം 10,000-കണക്കിന് വിശ്വാസികൾ ഈ ഒരു മണൽ തിട്ടയിലേക്ക് കൺവെൻഷൻ നഗറിലേക്ക് നടന്നു വരുന്ന ഇവിടെ എല്ലാം ഇനിയിപ്പം ഒരാഴ്ച കൊണ്ട് ഇവിടുത്തെ പണികളെല്ലാം പൂർത്തീകരിക്കും. ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബെയ്ലി പാലത്തിൻ്റെ 3ാമത് ബെയ്ലി പാലത്തിൻ്റെ പണികൾ. അതുപോലെ തന്നെ അപ്പുറത്ത് കാണാം വിവിധ ഷെഡുകൾ, സ്റ്റാളുകൾ ഒക്കെ പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം ബെയ്ലി പാലത്തിൻ്റെ 3ാമത് ബെയ്ലി പാലത്തിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വളരെ സേഫായിട്ടുള്ള ഈ ഒരു ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. കണ്ടില്ലേ എത്ര സേഫാണ്. 70 ഇതിൻ്റെ പ്രധാന കാര്യം പറയുകയാണെങ്കിൽ 70 മില്ലിമീറ്റർ വ്യാസമുള്ള വലിയ മൈൽഡ് സ്റ്റീൽ പൈപ്പുകളാണ് ഇതിൻ്റെ തൂണുകളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ വളരെ സേഫായിട്ട് വിശ്വാസികൾക്ക് ഒരു പേടിയും കൂടാതെ ഇവിടേക്ക് കടന്നു വരത്തക്കവണ്ണമുള്ള നല്ല രീതിയിലുള്ള ഈ പുതിയ രീതിയിൽ ടെക്നോളജി ഉപയോഗിച്ചുള്ള ബെയ്ലി പാലമാണ് ഇവിടെ ഇപ്പോൾ പണി നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. നമ്മുടെ ഈ മാരാമൺ കൺവെൻഷൻ നഗറിലേക്ക് വരുവാനുള്ള പ്രധാനപ്പെട്ട പാലം ഇതാണ്. ആദ്യത്തെ പാലമായിട്ട് ഇതാണ് പണിതത്. അപ്പോൾ ഇതിൽ കൂടിയാണ് VIP-കൾക്കൊക്കെ കടന്നു വരാനും പോകാനുമുള്ള പ്രധാന പാലം ഇതാണ്. അപ്പം അങ്ങനെ 3 പാലങ്ങളാണ്. ഒന്ന് ഇങ്ങനെ പ്രാസംഗികർക്കും മറ്റു സഭയുടെ വിവിധ പ്രധാന മേലധ്യക്ഷന്മാർക്കൊക്കെ വരുവാനുള്ളതും. മറ്റ് 2 പാലങ്ങളാണ് വിശ്വാസ സമൂഹം അതുവഴിയാണ് അവരതുവഴിയാണ് കൂടുതലും ഈ പാലത്തിലൂടെയാണ് യാത്ര. തൊട്ടപ്പുറത്ത് കാണാം പഴയ പാലവും പുതിയ പാലവും. കോഴഞ്ചേരിയിലെ പഴയ പാലവും പുതിയ പാലവും അതിനോട് തന്നെ അതേ രീതിയിലാണ് പണിത് വരുന്നത്. അപ്പോൾ 2 ബെയ്ലി പാലങ്ങൾ തൊട്ടപ്പുറത്ത് കാണാം. ഇവിടെ നമുക്ക് കാണാം കുറേ ഓല കെട്ടിയത് വെച്ചിരിക്കുകയാണ്. ഈ പന്തലിൻ്റെ ഓലകെട്ടിന് വേണ്ടിയുള്ള എല്ലാം റെഡിയായി സജ്ജീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഇനിയും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഓലകെട്ട് ആരംഭിക്കും. അപ്പോൾ അങ്ങനെ തകൃതിയായ രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നടക്കുകയാണ്. വളരെ ഉറപ്പും ദൃഢവും സുരക്ഷിതവുമായ ഈ ഒരു ബെയ്ലി പാലമാണ് ഇപ്പോൾ ആദ്യമായി മാരാമൺ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ബെയ്ലി പാലം നമുക്ക് അതിലൂടെ യാത്ര ചെയ്യാനൊക്കെ പറ്റുന്നത്. അപ്പം അങ്ങനെ എല്ലാ സജ്ജീകരണത്തോടും കൂടി വിശ്വാസികളെ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ അവർക്ക് എല്ലാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ മാരാമൺ കൺവെൻഷൻ്റെ എല്ലാ ക്രമീകരണങ്ങളും നടക്കുന്നത്. ഈ മാരാമൺ കൺവെൻഷനു വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പഞ്ചായത്തുകളും കൺവെൻഷൻ ക്രമീകരണങ്ങളും നിർലോഭമായി അവർ സഹകരിച്ച് കൺവെൻഷൻ നഗറിൽ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനും നദിയിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനും റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും വിവിധ സർക്കാർ വകുപ്പുകൾ ആവശ്യമായ
ക്രമീകരണങ്ങളാണ് ഇവിടെ ചെയ്തു വരുന്നത്. KSRTC അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രത്യേകം ബസ് സർവീസ് ക്രമീകരിച്ചിട്ടുണ്ട്. പോലീസ്, അഗ്നിശമനസേന, ആരോഗ്യവകുപ്പ്, ടെലികോം, വൈദ്യുതി തുടങ്ങിയ വകുപ്പുകളും കൺവെൻഷൻ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി സഹകരിക്കുന്നു. മാരാമണ മഹായോഗത്തിൽ ജനലക്ഷങ്ങളാണ് പങ്കെടുക്കുന്നത്. എന്നാൽ യാതൊരു പരിസ്ഥിതി മലിനീകരണവും സംഭവിക്കാത്ത വിധത്തിൽ ഹരിത നിയമപാലനം അനുസരിച്ച് കൺവെൻഷൻ ക്രമീകരിക്കാൻ അതിൻ്റെ സംഘാടക സമിതി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. പമ്പാ നദിയും മണൽത്തിട്ടയും പരിസര പ്രദേശങ്ങളും മാലിന്യമുക്തമായി സൂക്ഷിക്കാനുള്ള ക്രമീകരണങ്ങൾ കൺവെൻഷൻ സംഘാടകരും അത് ശ്രദ്ധിച്ചു വരുന്നു. അങ്ങനെ മാരാമൺ കൺവെൻഷൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ബെയിലി പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. പമ്പാ നദിക്ക് കുറുകെ ശാന്തമായി ഒഴുകുന്ന പമ്പാ നദി. ആ പമ്പാ നദിക്ക് ഒരു കേടും സംഭവിക്കാതെ തന്നെ പമ്പാ നദിക്ക് കുറുകെയായിട്ട് ഒരുക്കിയിരിക്കുന്ന നമ്മുടെ മേളിൽ കാണുന്നത് ഇതിപ്പോൾ കോഴഞ്ചേരി പാലമാണ്. കോഴഞ്ചേരി പാലം എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത്. എന്നാൽ ഇപ്പോൾ പുതിയ പാലത്തിൻ്റെ പണികൾ നടക്കുന്നത് എത്രയും വേഗം പണി പൂർത്തീകരിക്കട്ടെ എന്ന് ആശിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ ഗുഡ് ബൈ, സീ യു.